ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് അനിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവനെ കൊണ്ടാക്കാൻ പോകണം. ചാവക്കാട് മറൈൻ വേൾഡാണ് കേട്ടോ പോണത്. രാവിലെ 9 മണിക്ക് നമ്മൾ സ്കൂളിൽ എത്തിക്കണം, 6 മണിക്ക് തിരിച്ച്. കഴിഞ്ഞ വർഷം കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ ഞാനില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഓക്കെയാണ്, നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം നേരത്തെ തന്നെ റെഡിയായി. അങ്ങനെ മുടി ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഇപ്പം അവൻ്റേതായ സ്റ്റൈലിലൊക്കെ ഇപ്പോൾ ചെയ്യുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു. ഞാനും അവനെ ഒരുമിച്ച് കഴിച്ചു കേട്ടോ. അവനെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, വേറെ ഒന്നുമല്ല, സൺസ്ക്രീനും ലിപ്സ്റ്റിക്കും ഇട്ടു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യദുവിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഓട്ടോ ഒന്നും ഇല്ല, സ്കൂളിൽ നിന്ന് ലീവാണ്, ഇവരുടെ ടൂറുള്ളതുകൊണ്ട്. അപ്പോൾ യദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യദു വന്നു കേട്ടോ. ഇനി നമുക്ക് വേഗം പോവാം. അനിക്കുട്ടന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് ദിവസമായിട്ട് അവൻ എണീറ്റുടനെ ആദ്യം പറയാം, ഇനി 3 ദിവസമുള്ളൂ, ഇനി 2 ദിവസമുള്ളൂ, അങ്ങനെ എണ്ണിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാനും എൻ്റെ സ്കൂൾ ടൈമിലുള്ള ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ അവരുടെ ബസ്സാണ് കേട്ടോ, അത് അവൻ്റെ സ്കൂളിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഒരു 9:30 ആയപ്പോഴത്തേക്കും എല്ലാ കുട്ടികളെയും റെഡിയാക്കിയിട്ട് ഒരു ക്യൂവിൽ ബസ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഇവർ പോകുന്നത് ഇങ്ങനെ നോക്കിയിട്ട് പാരൻസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനും അതുപോലെ അവന് ടാറ്റയൊക്കെ കൊടുത്തു. അപ്പോൾ എല്ലാ പാരൻസിൻ്റെ ഫേസിലൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ, എനിക്കും ഉണ്ടായിരുന്നു. കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, അവരുടെ കൂടെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാനില്ല. എങ്കിലും ഇവൻ ആദ്യമായിട്ടാണ് ഞാനില്ലാതൊരു പുറത്തൊക്കെ പോകുന്നത് കേട്ടോ, ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ അവനതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഫുൾ എക്സൈറ്റഡ് ആണ് ആൾ. ഫ്രണ്ട്സിനൊക്കെ കിട്ടി, പിന്നെ പോകുന്നതിൻ്റെ ആ ഒരു ഇത്. പിന്നെ ബസ്സിൽ കയറിയിരുന്നുണ്ട്, കുറേ നേരം ടാറ്റയൊക്കെ തന്ന് ബസ് മൂവ് ചെയ്തതിന് ശേഷമാണ് ഞാനും ഇതും പോകുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, എല്ലാ പേരൻസും അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവർ ബസ് എടുത്തതിന് ശേഷമാണ് എല്ലാവരും പോയത്. അങ്ങനെ ലാസ്റ്റിൽ അവൻ പോകുമ്പോൾ ഇങ്ങനെ ടാറ്റ തന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴേക്ക് ഉള്ളിൽ ഭയങ്കര എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, സേഫായിട്ട് തന്നെ പോയിട്ട് വരണേ എന്നുള്ള ഒരു രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതുകൊണ്ട് നല്ലോണം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ടീച്ചർ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാനിതിൽ ചെറുതായി ആഡ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ ഇരിക്കുക, ഡാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല എനിക്കുട്ടെ, പക്ഷെ വേറെ കുട്ടികളൊക്കെ കളിക്കാൻ. ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണം, കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഓറഞ്ച് കയ്യിലെടുത്തിട്ട് വന്നതാണ് കഴിക്കാമെന്ന് വിചാരിച്ച്. കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര പുളിയായിരുന്നു. അനുക്കുട്ടിനെ അത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനിത് എങ്ങനെ കഴിക്കുമെന്ന്, കാരണം വായ വെക്കാൻ വയ്യ, അത്രയും പുളിയായിരുന്നു. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ പുളി അത്രയും എൻ്റെ മുഖത്ത് നന്നായി എക്സ്പ്രസ് ആവുന്നുണ്ടായിരുന്നു, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.